ശ്രീ ജിൻഡോ ജോൺ, ഈ സർക്കാർ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്ന ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നാണ് ആവർത്തിക്കുന്നത് സുനിൽകുമാർ. ശ്രീ വേണു, അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് CPM-ന് ഈ രാഷ്ട്രീയ കൊലപാതകത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളൊരു വാചകം അനിൽകുമാർ പറയുന്നത് കേട്ടു. എങ്കിൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട കിർമാണി മനോജും ട്രൗസർ മനോജും അടക്കം ഈ പറഞ്ഞ ആളുകൾ, ഷാഫി അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ കുറ്റക്കാരാണെന്നുള്ള കോടതി വിധിയെ അംഗീകരിക്കുന്നുണ്ടോ CPM? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ കൊടും കുറ്റവാളികളെ ഇരട്ട ജീവപര്യന്തമായിട്ട് ഹൈക്കോടതി ശിക്ഷ ഉയർത്തിയ കുറ്റവാളികൾക്ക് ഇളവ് നൽകാനുള്ള ഇപ്പോഴെടുക്കുന്ന നടപടിയെ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? മൂന്നാമത്തെ കാര്യം, എങ്കിൽ അങ്ങനെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഈ സൂപ്രണ്ട്, ഇങ്ങനെ ഒരു നടപടി എടുക്കാൻ പോയ സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ മൂന്ന് കാര്യത്തിനും ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് തെറ്റിദ്ധരുത്തൽ നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട ആളുകളാണ്. പിന്നെ നിങ്ങൾ KK രമയ്ക്ക് വിവരാവകാശ പ്രകാരം മറുപടി ലഭിക്കുമെന്ന് പറയുന്നു. KK രമ ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA ആണ് അല്ലേ? അവർ നിയമസഭയുടെ ഓട് വിളിച്ചു വന്ന ആളുകളല്ല. അവർ നിയമസഭയ്ക്കകത്ത് അവരുടെ അവകാശത്തിന്റെ ഭാഗമായിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാതെ മാസങ്ങളോളം ഒളിച്ചു കളിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പിന് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇനി 2022 പിണറായി വിജയന്റെ സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. അത് പ്രകാരം ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിട്ടുള്ള കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. അതും നിങ്ങളൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, ഈ TP കേസിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് അനിൽകുമാർ വല്ലാതെ അങ്ങ് വാദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഈ ഹൈക്കോടതി എന്നൊക്കെ തള്ളിയില്ലോ, നീ പറ്റുമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് അനിൽകുമാർ തന്നെ നേരിട്ട് വാദിക്കണം, ഇപ്പോൾ വാദിച്ച പോലെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും പൊതുമനസാക്ഷി ആഗ്രഹിക്കുന്ന പോലെ ഒരു വധശിക്ഷയെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കാൻ സാധിക്കും. യഥാർത്ഥ കുലംകുത്തി, നിങ്ങൾ TP ചന്ദ്രശേഖരനെ പണ്ട് വിളിച്ചത് കുലംകുത്തി എന്നാ. ഈ പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിവേരിളക്കുന്ന കുലംകുത്തി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനും പിണറായിസ്റ്റുകളും ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത്രയൊക്കെ അടിക്കിട്ട് കിട്ടിയിട്ടും പൊതുജനങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ചുട്ട മറുപടി തന്നിട്ടും നിങ്ങളൊന്നും നന്നാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നിങ്ങൾ നന്നാവണ്ട. പക്ഷേ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വസ്ഥവും സമാധാനപരമായിട്ടുള്ള ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതിനുള്ള സന്ദേശമാണ് ആഭ്യന്തര വകുപ്പ് കൊടുക്കേണ്ടത്.